ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് കണ്ടതുപോലെ തന്നെ ഇതാണ് സീരിയലിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു സീന് സ്പീഡിൽ കാണിക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കുന്നില്ല. അതിൽ പെട്ടെന്നാവുന്ന സമയത്ത് അത് അതെന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കത്തുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ബാലുവിനെതിരെയും അതുപോലെ തന്നെ ശ്രീകുമാറിനെതിരെയും ഇതുപോലെ ലൈംഗിക കുറ്റം ആരോപണം ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഇങ്ങനെ ഓഫ്ലൈൻ ആണെങ്കിൽ അപ്പോൾ ഇതിൽ അപ്പുറമായിരിക്കുമല്ലോ. അപ്പോൾ ഈ പരാതിയായിട്ട് ആരാണ് മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും വ്യക്തമല്ല. അപ്പോൾ ഈ ഒരു പെൺകുട്ടി, ഞാനും ഉപ്പും മുളകും സീരിയൽ കാണുന്നതാണ്, പക്ഷേ ഇപ്പോൾ പെൺകുട്ടിൻ്റെ പേരോ അതൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സീന് നമ്മൾ ടി വിയിൽ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സീരിയൽ കാണുന്ന സമയത്ത് നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത് സ്ലോ മോഷനിലാക്കുന്ന സമയത്താണ് ഇത്രയും ഇതായിട്ടാണ് ആ ഒരു സീൻ അറിയുന്നത്. അത്രയും വൾഗറായിട്ടാണ് ആ ഒരു സീൻ അതിൽ കാണുന്നത്. പക്ഷെ അപ്പോൾ അത് ആ ഒരു പെൺകുട്ടിയും അത് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ അത് അവർക്കും അതൊരു ഇഷ്ടമാണെന്ന രീതിയിലാണ് നമുക്കത് തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ അവർ ഈ ഒരു ഇങ്ങനെയും ഇതിപ്പോൾ നമുക്ക് കാണും, സ്ത്രീ എന്നൊരു ഇതിൽ നമുക്ക് തന്നെ കാണുമ്പോൾ എന്തോ അരോചകം തോന്നുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി ഇത്രത്തോളം അങ്ങനെ അനുഭവിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ അത് ആ പുള്ളിക്കാരിയും കൂടി ആ ഒരു സുഖം അനുഭവിക്കുന്നുണ്ടെന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇന്നലെ വന്ന ന്യൂസ് ഉണ്ട്, അപ്പോൾ ആ ന്യൂസ് ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ്. പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, പരാതിയിൽ എന്തൊക്കെയാണ് ഇരുവർക്കുമെതിരെ ഉന്നയിക്കുന്നത്? ദിവ്യ, ഈ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കൊച്ചിയിൽ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടന്നു വരികയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ രണ്ട് നടന്മാരും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളായിരുന്നു. അതിന് മോശമായി പെരുമാറുകയും ഒപ്പം ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി തുടക്കത്തിൽ ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ സർക്കാർ രൂപം നൽകിയിരുന്നതാണ്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം വിവിധ കേസുകൾ കൈകാര്യം ചെയ്തു വരിക. ഇതിനിടയിലാണ് ഈ പരാതി ലഭിക്കുന്നത്. അപ്പോൾ ന്യൂസിൽ വന്നിരിക്കുന്നത് പ്രമുഖ നടിയെന്നാണ്. അപ്പോൾ ഇവർ ആ ഒരു ഇതിൽ 1-2 സീരിയലേ ഉള്ളൂ. അപ്പോൾ ഉപ്പും മുളകിലാണെങ്കിൽ നീലുവാണ് പ്രമുഖ നടി, അതുപോലെ തന്നെ വേറൊരു ആളും ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അതുപോലെ അപ്പോൾ ഇവരാണല്ലോ പ്രമുഖ നടി. എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ. ഉപ്പും മുളകും ഞാൻ കാണാറുണ്ട്, പക്ഷെ അതിലുള്ള ആളുകളുടെ പേരൊന്നും എനിക്കധികം അറിയില്ല. അപ്പോൾ പ്രമുഖ നടി എന്ന് പറയുമ്പോൾ ഇവരാണ്. അപ്പോൾ ഇവരാണോ ഇനി പരാതി കൊടുത്തിരിക്കുന്നത്? അതുപോലെ തന്നെ വേറൊരു സീരിയലും ഉണ്ട്. അപ്പോൾ ആ ഒരു സീരിയലിലും കൂടിയിട്ടാണോ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എത്രത്തോളം ഇതാണെന്നുള്ളത് അറിയുന്നില്ല. എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്, പ്രമുഖ നടി പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ലൈംഗിക ആക്രമണത്തിന് പ്രമുഖ നടിയെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സീരിയലിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ല. ഇതൊക്കെ സീരിയൽ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇങ്ങനെയുള്ളൊരു ഇത് സർവ്വസാധാരണയായിരിക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നവർ പോലും തെറ്റിലേക്ക് പോകുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഈ ഒരു സീരിയൽ സിനിമ എന്ന് പറയുന്ന ഒരു ഇത്. അപ്പോൾ അതിലൂടെ പണം മാത്രം ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഒരു തട്ടലും മുട്ടലൊക്കെ സഹിച്ച് അവർ മുന്നേറണം എന്നുള്ള രീതിയിൽ അവർ ഇതായിട്ട് പോകും. അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് ഇപ്പോൾ പരാതി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ബാലുവിനെ എത്രത്തോളം സ്നേഹിച്ചതാണ്, എങ്ങനെ തോന്നുന്നു, എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരതായിട്ടുള്ള കമൻറ്റുകളൊക്കെ കണ്ടു. എന്ത് തന്നെയാണെങ്കിലും ഇത്രയും അവർക്ക് ഒരുപാട് ആരാധകരാണ് ഉള്ളത്. ഇപ്പോൾ നീലുവിനാണെങ്കിലും ബാലുവിനാണെങ്കിലും ഒരുപാട് ആരാധകരുണ്ട്. അതുപോലെ തന്നെ അതിൽ ഉപ്പും മുളകിലെ എല്ലാ കണ്ടസ്റ്റൻറ്റിനും ഒരുപാട് ആരാധകരുള്ളൊരു ഇത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ മുടിയനൊക്കെ അതൊന്ന് പോയ സമയത്ത് തന്നെ ഭയങ്കര എല്ലാവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായത്. ചിലവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ബാലു അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത്രത്തോളം അവർ ആ സീരിയലിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. സീരിയൽ സിനിമ എന്ന് പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അഭിനയം മാത്രമല്ല, അതിൻ്റെ പുറകെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ കണ്ടതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് ഇങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് കാണുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഓഫ്ലൈനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും എന്ന് ചിന്തിച്ച് നോക്ക്. ഇതിപ്പോൾ നേരിട്ട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ മുട്ടിയിട്ട് പോകുന്ന ആ ഒരു സീന് കണ്ടില്ലേ. അപ്പോൾ അതിന് പുറകെ അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ബാലു എന്നൊരു ആൾ അല്ലെങ്കിൽ ശ്രീകുമാർ
അങ്ങനെ ഇത്രത്തോളം ഒരു ഇത് പ്രതീക്ഷിച്ചില്ല. നമ്മൾ അത്രത്തോളം ഇതായിട്ട് കാണുന്ന ഒരു സീരിയലും അതുപോലെ ഇതൊക്കെയാണ് സീരിയലുകളൊക്കെയാണ് ഈ ഉപ്പും മുളകും എന്നൊക്കെ പറയുന്നത്. അപ്പം ഭയങ്കര ഇത് തോന്നി. ഇത് പെട്ടെന്ന് ഷോക്കാണായത്. ഇപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഉപ്പും മുളകിൻ്റെ ഭയങ്കര ഫാനാണ്. അവരിരുന്ന് കാണും. അവർ കാണുമ്പോൾ ജസ്റ്റ് ഞാനും ഇരുന്ന് കാണും. അല്ലാതെ അതിന് ഞാൻ സ്ഥിരം ഈ ഉപ്പും മുളകും കാണുന്ന ഒരു ഇതൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇത് മുട്ടിയിട്ട് പോയ ആ ഒരു പെണ്ണാണോ ഇനി ഇത് കൊടുത്തത്, എന്താണ് പരാതി കൊടുത്തതെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിൽ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇങ്ങനെ സത്യം എന്താണെന്ന് കണ്ടെത്തട്ടെ, അവർ രണ്ടുപേരും നല്ലവരാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നുണ്ട്. ഇയാൾ അങ്ങനെ പറയുന്നുണ്ട് ചിലവർ. അതുപോലെ തന്നെ ഇത് ഒരു സ്ഥിരം ജോലിയായി തീർന്നിരിക്കുവാണോ ഇപ്പോൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, ഇപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് വലിയ അഭിമാനമുള്ള കാര്യം പറയും പോലെയാണ്. ഇവർക്ക് ഇപ്പോഴാണ് പീഡിപ്പിച്ചത് ഓർമ്മ വന്നത്, നടന്നപ്പോൾ പറയേണ്ട മാത്രമല്ല നീലു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ആവോ റബ്ബിന് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നീലു അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രമുഖ നടി എന്നാണ് പറയുന്നത്. നീലു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പ്രമുഖ നടി എന്ന് പറയുമ്പോൾ നീലും അതുപോലെ വേറൊരു നടിയാണ്. എന്താണ് അപ്പോൾ അവരായിരിക്കാം കൊടുത്തത്. ഇപ്പോൾ എന്തായാലും ഇത് നടി ഏതാണ് എന്താണെന്നൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇനി പുറത്ത് വരുമായിരിക്കും. അപ്പോൾ നമുക്കിതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം. എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ പുറകിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കാണ്. നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് സീരിയലും അതുപോലെ ഇതൊക്കെ. ഇതിന് പുറകെ ഇത് എന്താണ് അവർ അപ്പോൾ നമുക്ക് തോന്നുന്നത് ശരിക്ക് അതിൽ സീരിയലിൽ പീഡിപ്പിക്കേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇത് ശരിക്കും യാഥാർത്ഥ്യമാണോ എന്നൊക്കെ തോന്നിപ്പോകണം ഇങ്ങനെയുള്ള ഓരോ പേക്കൂത്തുകളും കേളികളൊക്കെ കാണുന്ന സമയത്ത്. എന്താ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ സത്യം പറയാം, ഞാൻ നേരത്തെയൊക്കെ സീരിയലും ഇതൊക്കെ കാണുമായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ സീരിയൽ പോലും ഞാൻ കാണാറില്ല. എനിക്ക് സീരിയൽ എന്ന് പറയുന്ന സംഭവമേ ഇപ്പോൾ കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറിച്ചിട്ട് ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇത് ഭയങ്കര ഒരു ഇതായി പോയി, ഷോക്കായി ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് അറിയുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക് നമുക്ക് വീണ്ടും കാണാം.